ഇപ്പോൾ പ്രോസിക്യൂട്ടർ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ശിക്ഷിച്ചവർക്കെതിരെയുള്ള അപ്പീലിന് സ്കോപ്പ് കാണുന്നില്ല. പിന്നെ അപ്പീൽ കൊടുത്താൽ ഓക്കെ, പക്ഷേ അതിലൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പീലിൽ ശിക്ഷിച്ചവർക്കെതിരെ പണിഷ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഗവൺമെൻറ് റെമിഷൻ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിക്ക് ഒരു അധികാരമുണ്ട്. ഈ റെമിഷൻ, അതായത് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നത് ഈ ശിക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് പോകാനുള്ള ആ ഒരു പ്രതീക്ഷ പ്രോസിക്യൂഷനില്ല. അല്ല, ഇത് ഇതിനേക്കാൾ കൂടുതൽ എന്നാ പറ്റുന്നത്? ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലേ? ഹാങ്ങിങ്ങിനുള്ളതില്ല, അതിനുള്ള വന്നിട്ടില്ല. അപ്പൊ അപ്പീൽ കൊടുക്കുന്നത് ഈ 10 പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ ആ സാധ്യത മാത്രമാണ് നിയമപരമായിട്ട് പ്രോസിക്യൂഷൻ കാണുന്നത്. നിയമപരം അതിന് മാത്രമേ സ്കോപ്പുള്ളൂ. വീട്ടുകാരുടെയും കോൺഗ്രസിന്റെയും ഒരു പ്രതീക്ഷയുണ്ട്, അത് വൈകാരികമായിട്ട് കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ജീവപര്യന്തത്തിൽ കൂടുതലുള്ള പണിഷ്മെന്റ് ഈ കേസിന് കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട്, ജീവപര്യന്തം കിട്ടിയതുകൊണ്ടും വി ആർ സാറ്റിസ്ഫൈഡ്. അതായത് പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കുറച്ച് പ്രതികളെ വിട്ടിട്ടുള്ളതിൽ മാത്രമേ നമുക്ക് അതിനെ ജഡ്ജ്മെന്റ് കിട്ടിയതിനു ശേഷം അത് എന്ത് റീസണിലാണ് വിട്ടിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അതിലെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. ഇരട്ട ജീവപര്യന്തമാണ്. അപ്പോൾ 6 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. എത്ര വർഷം കൂടിയായിരിക്കും ആ തടവുണ്ടാകുക? എങ്ങനെയാണ് നിയമം പറയുന്നത്? മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. നിയമം പറയുന്നത് ടിൽ ഡെത്ത് എന്നാണ്. ജയിലിൽ മരണം വരെ ജയിലിലായിരിക്കണം എന്നാണ് നിയമം പറയുന്നത്. പിന്നെ ഗവൺമെൻറ്റിനൊരു അധികാരമുണ്ട്. 14 വർഷം കഴിഞ്ഞാൽ റെമിഷൻ, പാർഡൻ പവർ ഉപയോഗിച്ച് റെമിഷനുള്ള അധികാരമുണ്ട്. അത് ഗവൺമെന്റിനുള്ളതാണ്. അതിൽ ട്രയൽ കോർട്ടിന് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് 14 വർഷം കഴിഞ്ഞാൽ മിഥ്യയാണ്. ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. ഒരാൾക്ക് ഒരു ലൈഫേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ജീവപര്യന്തമേ ഉള്ളൂ. അതുകൊണ്ട് ഇരട്ട ജീവപര്യന്തം സാധാരണ നമ്മളിങ്ങനെ 14 വർഷം കഴിഞ്ഞാൽ സർക്കാരിന് വേണമെങ്കിൽ അതൊരു നടപടി എടുക്കാം. റെമിഷൻ പവർ അത് ഗവൺമെന്റാണ് പാർഡനിങ് പവറിൽ വെച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ അതിൽ വേറെ 6 വർഷം കൂടെ അതിനകത്ത് ഉൾപ്പെടും. ഈ കൗണ്ട് ചെയ്യും, ഡെഫിനറ്റ്ലി കൗണ്ട് ചെയ്യും. റെമിഷന്റെ സമയത്ത് കോടതി ഗവൺമെന്റ് കൗണ്ട് ചെയ്യും. അപ്പോൾ 8 വർഷം കഴിഞ്ഞാൽ സർക്കാരിന് വേണമെങ്കിൽ ഇതിലൊരു തീരുമാനം എടുക്കാം. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഹയർ കോർട്ടിൽ പോകുമ്പോൾ ഹയർ കോർട്ടിൽ റിവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെൻറ് അതിൽ തീരുമാനം എടുക്കാൻ പറ്റും. ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ TP കേസിൽ പറഞ്ഞു 20 വർഷം കഴിഞ്ഞിട്ടേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിക്ക് പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിക്ക് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ട്. ട്രയൽ കോടതികൾക്കില്ല. നിയമപരമായിട്ട് ഈ സാധ്യതയാണ്. വളരെയധികം നന്ദി. പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിച്ചത്, അതായത് 14 വർഷം ഇരട്ട ജീവപര്യന്തം ഒരു മിഥ്യയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ നിയമപരമായിട്ട് അപ്പീൽ പോകുകയാണെങ്കിലും ഇതിനപ്പുറത്തേക്ക്, ഇരട്ട ജീവപര്യന്തത്തിനപ്പുറത്തേക്ക് വധശിക്ഷ കിട്ടാനുള്ള തരത്തിൽ ഒരു നിയമപരമായ സാധ്യത പബ്ലിക് പ്രോസിക്യൂഷൻ കാണുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം. കുടുംബവും കോൺഗ്രസും ആ അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും പബ്ലിക് പ്രോസിക്യൂഷൻ നിയമപരമായിട്ട് പറയുന്നത് റയറസ്റ്റ് ഓഫ് ദ കേസ് എന്നൊരു നിലപാട് പ്രോസിക്യൂഷൻ തുടക്കം മുതലേ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ കണക്കാക്കുന്നില്ല. പിന്നെ അപ്പീൽ പോകുന്നത് 10ഓളം പ്രതികളെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. അതിനെതിരെ അപ്പീൽ കൊടുക്കാം എന്നുള്ള നിയമപരമായ സാധ്യതയാണ്. ഇനി